സൺഡേ വൈകുന്നേരം ആയപ്പോഴാണ് നാളെ സ്കൂളില്ലാന്ന് പിന്നെ ഒരു കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കി ചില്ലിയാന്ന് വിചാരിച്ചു കേട്ടോ. വൈകുന്നേരം ഇങ്ങനെ നല്ല മുരിഞ്ഞ കട്ട്ലറ്റും ചായയൊക്കെ ആയിട്ട് ഇരിക്കാൻ നല്ല രസമല്ലേ. പ്രത്യേകിച്ച് നാളെ സ്കൂളൊന്നും ഇല്ല, നേരത്തെ ഒന്നും എണീക്കണ്ടെന്ന് ഓർക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയ ഒരു അവധിയാണല്ലോ. അന്നക്കുട്ടിക്ക് അങ്ങനെ ചിക്കൻ കട്ട്ലറ്റും ലെമൺ ജ്യൂസും ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഞങ്ങൾ ചെറുപടിയിൽ റെഡി ആയിട്ടൊന്ന് പുറത്തോട്ടൊന്ന് പോയിരുന്നു കേട്ടോ. ഞങ്ങൾ നേരെ ഒബ്രോൺ മോളിലേക്കാണ് പോയത്. ഒന്നും എടുക്കാൻ പോയില്ലെങ്കിൽ ഇങ്ങനെയെല്ലാം നോക്കിയെടുക്കാന്ന് പറയുന്നത് എന്റെ ഒരു ഹോബിയാണ്. ഇതവേ ഇത് സ്റ്റൈൽ യൂണിയൻ ആണ്. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായി കേട്ടോ. നോക്കിയപ്പോൾ സെറ്റിന്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായേ. പ്രത്യേകിച്ചൊന്നും എടുത്തില്ലെങ്കിൽ ഇങ്ങനെ പരിധി നടന്ന് ഓരോന്ന് നോക്കാന്ന് പറയുന്നത് എനിക്കൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഞാനിങ്ങനെ പരിധി നോക്കി നടക്കുമ്പോൾ ഹന്നക്കുട്ടിക്ക് ഭയങ്കര വെപ്രാളാണ്. അവൾക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകണമെന്നാണ്. ഇവിടെ നിന്നൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിയിട്ട് വേണം അവളുടെ ഫേവറേറ്റ് സ്പോട്ടുകളിലേക്ക് അവൾക്ക് പോകാനേ. പിന്നെ ഞങ്ങളുടെ ചായയൊക്കെ ഓർഡർ ചെയ്ത് ഒരു സ്നാക്കും ഒക്കെ വാങ്ങി അവിടെ ഇരുന്നേ. ഞാൻ ഹന്നക്കുട്ടിക്ക് ഒരു ഫ്രഞ്ച് ഫ്രൈസും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായി. സീറ്റുമേ തൂങ്ങിക്കിടന്ന് നോക്കിയിരിക്കുന്നത് ഓർഡർ ചെയ്ത് ഷവർമ എപ്പോൾ വരും നോക്കിയിരിക്കുന്നതാണ്. നമ്മൾ നേരെ ഷവർമ ഡാഡിയിലേക്കാട്ടോ പോയിട്ടുണ്ടായത്. അവിടുന്ന് ഷവർമയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അവിടുന്ന് ഇനി ഷവർമയൊക്കെ കഴിച്ചിട്ട് ഫുട്ബോൾ മാച്ചൊക്കെ കാണുമെന്ന് പറഞ്ഞ് വന്ന ആളാ ദേ കിടന്ന് ഉറങ്ങിപ്പോയി. വന്ന പാടെ ഉറങ്ങിപ്പോയി. ഒരു 2 വയസ്സുണ്ടായപ്പോഴാണ് വാങ്ങിച്ച പാവേ എപ്പോഴും അതിനെയും പിടിച്ചാൽ കിടക്കും. ഫുട്ബോൾ കളി കാണാൻ വേണ്ടി ഹന്നക്കുട്ടി ഓർഡർ ചെയ്ത സ്നാക്സ് ആയിരുന്നു ഇതൊക്കെ. പിന്നെ ഫുട്ബോൾ കളിയൊക്കെ കണ്ട് ഹന്നക്കുട്ടിയുടെ സ്നാക്സ് ഒക്കെ ഞങ്ങൾ തിന്ന് തീർത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ബൈ.